സംസ്ഥാനത്ത് കുടിവെള്ള വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായില്ല. ഉയർന്ന പ്രദേശങ്ങളായ മലമുകൾ, കാച്ചാണി, നേമം, പോലീസ് ക്വാർട്ടേഴ്സ് അടക്കമുള്ള ഇടങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. വീഴ്ച പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തുടർച്ചയായ 5ാം ദിവസം കുടിവെള്ളം മുട്ടിയതിൽ പ്രതിഷേധിച്ച് KSU നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ഇന്നലെ രാത്രി 9:30 പമ്പിംഗ് ആരംഭിച്ചപ്പോൾ രാവിലെ എല്ലാ വാർഡുകളിലും വെള്ളമെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ പലയിടങ്ങളിലും ദുരിതം 5ാം ദിനവും തുടരുകയാണ്. പുറത്തുനിന്നാ വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നതും 5 ദിവസമായി ആഹാരം വല്ലതും വാങ്ങിച്ചിട്ട് പുറത്തുനിന്നാ വാങ്ങിച്ചത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്ന പൈപ്പുകളിൽ എയർ ബ്ലോക്ക് ഉണ്ടായതാണ് ജലവിതരണത്തിന് തടസ്സമാകുന്നത്. ഇവ ഉടൻ പരിഹരിച്ച് വെള്ളമെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് വാട്ടർ അതോറിറ്റി. എന്നാൽ 4 ദിവസത്തിന് ശേഷം പലയിടങ്ങളിലും വെള്ളമെത്തിയതും ആശ്വാസമായി. കുറേശ്ശെയാണ് വന്നെങ്കിലും സന്തോഷമായി. കുറേശ്ശെ വരണം, എന്നാലും വന്ന് സന്തോഷം. റെയിൽവേയുടെ നിർമ്മാണത്തിനിടെ ഉണ്ടായ വീഴ്ചയാണ് തലസ്ഥാനത്തുണ്ടായ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു ജോലിയിൽ വന്ന ഒരു ചെറിയ പിഴവാണ് ഇതിനിപ്പോൾ കാരണമായത്. അതേസമയം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്ത്. ചില ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. അത് പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകുന്നത്. തലസ്ഥാനത്ത് നേരിട്ട ജലപ്രതിസന്ധി വിശദമായി പരിശോധിക്കാൻ ഈ മാസം 12-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.